ഹായ് ഫ്രണ്ട്സ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂഡോമോണസിനെ കുറിച്ചാണ്. സൂഡോമോണസ് എന്താണെന്നും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സൂഡോമോണസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ മണ്ണിൽ അതിൻ്റെ സ്വാഭാവിക കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മാണു തന്നെയാണ്. സൂഡോമോണസ് ഒരു സർവ്വരോഗ സംഹാരിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളെ ചെടികൾക്ക് ഉണ്ടാകുന്ന പല കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ രോഗത്തെയും പിന്നെ നമ്മുടെ ഈ ചെടികളുടെ കട ചീഞ്ഞ് പോവുക, അതിനൊക്കെ ഒരു പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ലായനി കൂടിയാണ് നമ്മുടെ ഈ സൂഡോമോണസ്. നമ്മളെല്ലാവരും ജൈവ കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. ജൈവ കൃഷി ചെയ്യാനുള്ള മണ്ണിൽ ജൈവാംശം എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആവറേജ് 0.0% മാത്രമാണ് ജൈവാംശം നമ്മുടെ മണ്ണിലുള്ളൂ കേട്ടോ. ജൈവാംശം കുറയുമ്പോൾ സാധാരണയായി ആരോഗ്യം കുറയും നമ്മുടെ ചെടികളുടെ. അപ്പോൾ ചെടികൾക്ക് രോഗങ്ങളും കൂടും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സൂഡോമോണസിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. സൂഡോമോണസ് വാങ്ങുമ്പോൾ ചെറിയ കൃഷിയൊക്കെ ഉള്ളതെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങുന്നതാണ് നല്ലത്. കാരണം അതിനകത്തുള്ളത് ഒരു ജീവനുള്ള സൂക്ഷ്മാണുവാണ്. ഇത് വാങ്ങി പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ വേണം സൂക്ഷിക്കാൻ. മാത്രമല്ല പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുകയും വേണം. പൊട്ടിച്ചിട്ട് ഒരിക്കലും അത് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് അല്ല തണലത്തോ അകത്തോ സൂക്ഷിക്കുക. സൂഡോമോണസ് ഉപയോഗിക്കേണ്ട രീതിയാണ് ഇനി പറയുന്നത് കേട്ടോ. 1 ടീസ്പൂണ് ചീരവിത്തിന് 2 ടീസ്പൂണ് സൂഡോമോണസിൽ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം എടുത്തിട്ട് അതിലിട്ടിട്ട് പുരട്ടിയെടുക്കണം. അതുകൂടാതെ പയർ, പടവലം, വെണ്ട വിത്തുകളൊക്കെ നടണമെന്നുണ്ടെങ്കിൽ നടുന്നതിന് മുമ്പ് നമുക്കൊരു 75 മില്ലി വെള്ളത്തിലേക്ക് 25 ഗ്രാം സൂഡോമോണസ് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരമാണ് അത് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് കേട്ടോ. അതായത് അതൊന്ന് കുതിരാൻ വേണ്ട സമയം. അതുപോലെ തന്നെ തൈകൾ മാറ്റി നടുന്നതിന് മുമ്പ് 75 മില്ലിഗ്രാം വെള്ളത്തിൽ 25 ഗ്രാം സൂഡോമോണസ് മുക്കി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ആ ചെടികളൊക്കെ നടാനിട്ടാ. അങ്ങനെ ചെയ്താൽ പല പല രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ചെടികൾ കരുത്തോടെ വളരാനൊക്കെ ഇതിന് സാധിക്കും. ചെടികളിലുണ്ടാകുന്ന മഞ്ഞളിപ്പ്, വാട്ടരോഗം എന്നിവ കണ്ടാൽ ഒരു 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും പിന്നെ ആ വെള്ളം തന്നെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികളിലുണ്ടാകുന്ന മഞ്ഞളിപ്പിൻ്റെയും വാട്ടരോഗമൊക്കെ കുറയും. പിന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തോടൊപ്പം 20 ഗ്രാം സൂഡോമോണസ് മിക്സ് ചെയ്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പൂക്കൾ കൊഴിയാതിരിക്കുകയും പൂക്കൾ നിറയാനും പിന്നെ അതിൽ നമ്മളെ കായ്ഫലങ്ങളൊക്കെ വർദ്ധിക്കാനും ഇതിന് വളരെ സഹായകരമാണ് കേട്ടോ. ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെടികൾക്ക് പൊതിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് സൂഡോമോണസിൻ്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും സഹായകരമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ശക്തമായ വെയിൽ സമയങ്ങളിൽ സൂഡോമോണസ് നൽകാതിരിക്കുക. എപ്പോഴും തണലത്ത് നൽകുന്നതാണ് അതിൻ്റെ അഭികാമ്യം കേട്ടോ. ദീർഘകാല വിളകൾക്ക് മാസത്തിൽ 2 തവണയും ചെറിയ വിളകൾക്ക് മാസത്തിൽ 1 തവണയും സൂഡോമോണസ് നൽകിയിരിക്കണം. ഒരു ഗ്രോ ബാഗിലേക്കാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്ക് പ്രകാരമാണ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ക്ലോറിൻ കലരാത്ത വെള്ളത്തിലായിരിക്കണം നമ്മളിത് കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.